പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഡേറ്റയും ട്രാൻസ്മിഷൻ മീഡിയവും ഉണ്ടെങ്കിൽ കൂടി കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ കൃത്യമായ പ്രവർത്തനത്തിന് മൂന്നാമതൊരു കാര്യം കൂടി ആവശ്യമാണ്. അതാണ് പ്രോട്ടോകോൾ. ഉദാഹരണമായി നമുക്ക് ആളുകളുടെ സംഭാഷണം തന്നെ എടുക്കാം. ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകണമെങ്കിൽ അവർക്കിടയിൽ ഒരു കോമൺ ലാംഗ്വേജ് ആവശ്യമാണ്. ഈ കോമൺ ലാംഗ്വേജ് ആണ് ഇവിടുത്തെ പ്രോട്ടോകോൾ. നമുക്ക് ഈ ക്ലാസ് റൂമിലേക്കൊന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ക്ലാസ് റൂമാണെന്ന് വിചാരിക്കുക. ഇവിടെ പുതുതായി വന്ന അധ്യാപകൻ ചൈനീസ് ഭാഷ സംസാരിക്കുന്ന ആളാണെങ്കിൽ അത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണ്? ഒന്നെങ്കിൽ നിങ്ങൾ ചൈനീസ് പഠിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം മലയാളം പഠിക്കണം. ഇതിൽ ഏത് നടന്നാലും ഞാനിവിടെ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ ഉപയോഗിക്കേണ്ടത് രണ്ടുപേർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയായിരിക്കണം. ഇതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറുകളുടെ കാര്യം. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും മനസ്സിലാവുന്ന ഒരു കോമൺ പ്രോട്ടോകോൾ വേണം ഉപയോഗിക്കുവാൻ. കമ്പ്യൂട്ടറുകളിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങളെയാണ് പ്രോട്ടോകോളുകൾ എന്ന് വിളിക്കുന്നത്. ഇന്ന് ലോകത്തുള്ള എല്ലാ നെറ്റ്വർക്കുകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളുകളാണ് TCPയും IPയും. ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. വലിപ്പത്തെ അടിസ്ഥാനമാക്കി കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. രണ്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? ഒരു ചെറിയ ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെയാണ് LAN എന്ന് വിളിക്കുന്നത്.